ഗാസ മുനമ്പിലെ അൽ-ഷിഫ ഹോസ്പിറ്റലിന് ഇന്ധനം നൽകാൻ സന്നദ്ധതയറിയിച്ച് ഗാലൻ കണ്ടെയ്നറുകളുമായി ഇസ്രായേൽ സൈനികർ നീങ്ങുന്ന വീഡിയോ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ആശുപത്രിക്ക് ഇന്ധനം വാഗ്ദാനം ചെയ്തെങ്കിലും ഹമാസ് അത് നിരസിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ശനിയാഴ്ച രാത്രി ഷിഫയുടെ പ്രവേശന കവാടത്തിൽ 300 ലിറ്റർ ഇന്ധനം വെച്ചതായി അറിയിച്ച ഇസ്രായേൽ സൈന്യം എന്നാൽ ഹമാസ് ഇന്ധന കൈമാറ്റം തടഞ്ഞതായും വ്യക്തമാക്കി. ഇന്ധനം സ്വീകരിക്കാൻ തങ്ങൾ വിസമ്മതിച്ചു എന്ന ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ കള്ളമാണെന്ന് അൽ-ഷിഫ മെഡിക്കൽ കോംപ്ലക്സിന്റെ ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയ ഖത്തറിലെ അൽ അറബി ടിവിയോട് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതേസമയം അൽ-ഷിഫ ആശുപത്രിക്ക് സമീപം ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടെങ്കിലും ആശുപത്രിയെ ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. അൽ-ഷിഫയിലെ ശിശുക്കളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാൻ സഹായിക്കുമെന്നും ഇസ്രായേലി സേന പറഞ്ഞു. The east side of the hospital is open on El Wadi Street for the safe pass of Gazans who wish to leave the hospital. We're speaking directly and regularly with the hospital staff. The staff of the Shifa Hospital has requested that tomorrow we will help the babies in the pediatric department to get to a safer hospital. We will provide the assistance needed. ഇന്ധനം തീർന്ന പ്രവർത്തനം നിലച്ച ആശുപത്രിയിൽ വൈദ്യുതിയുടെ അഭാവം മൂലം ഒട്ടേറെ ശിശുക്കൾ അപകടനിലയിലാണ് എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ആശുപത്രിക്ക് താഴെ ഹമാസ് ഭീകരരുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സേന തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ-ഷിഫയുടെ പ്രവർത്തനം നിലച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു. ഹമാസ് എല്ലാം വളച്ചൊടിക്കുകയാണ്. ആശുപത്രിക്ക് താഴെ ഹമാസിന്റെ ഭൂഗർഭ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹമാസാണ് ആശുപത്രിയിൽ ബോംബിട്ടതെന്നും അദ്ദേഹം ആരോപിച്ചു. ഹമാസും അവരുടെ കയ്യാളുകളും പ്രചരിപ്പിക്കുന്നതുപോലെ ആശുപത്രിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും ഷിഫ ആശുപത്രിയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പീഡിയാട്രിക് വിഭാഗത്തിൽ ചികിത്സയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി മറ്റ് ആശുപത്രികളിൽ എത്തിച്ച് മെച്ചപ്പെട്ട ചികിത്സ നൽകുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും തങ്ങൾ ചെയ്യുകയാണെന്നും ഇസ്രായേൽ സേന പറഞ്ഞു. ലോകം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും കുഞ്ഞുങ്ങളുമടക്കം 239 പേരെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയിരിക്കുന്നത്. അത് മറക്കാനാകാത്ത വിധത്തിൽ ലോകത്തെ തങ്ങൾ നിരന്തരമായി തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും കഴിഞ്ഞ 36-ലധികം ദിവസങ്ങളിലായി ഹമാസ് ഭീകരന്മാർ മാനവരാശിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ വിസ്മൃതിയിലാക്കാൻ തങ്ങൾ ലോകത്തെ അനുവദിക്കുകയില്ലെന്നും അഡ്മിറൽ ഡാനിയൽ ഹഗാരി കൂട്ടിച്ചേർത്തു. എന്തായാലും അഡ്മിറൽ ഡാനിയൽ ഹഗാരിയുടെ പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ ഹമാസ് ലോകമെങ്ങുമുള്ളവരെ പറ്റിക്കാൻ ഉപയോഗിച്ച മറ്റൊരു നുണച്ചീട്ട് കൊട്ടാരം കൂടി പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്.